തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. പാർട്ടി എന്ത് ഏൽപ്പിച്ചാലും അത് ഏറ്റെടുത്ത് ചെയ്യുമെന്ന് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥൻ പ്രതികരിച്ചു. വിജയം ഉറപ്പാക്കാൻ മുതിർന്ന നേതാവ് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ജനകീയ വിചാരണ യാത്രയ്ക്കും തുടക്കമായി. കോൺഗ്രസിന് വിജയിക്കാൻ വേരോട്ടമുള്ള നാടാണ് തിരുവനന്തപുരം. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. ഭരണം പിടിക്കാൻ ആകുമെന്ന് പ്രതീക്ഷ. പാർട്ടി ഒരു പൊസിഷൻ തരുമ്പോൾ അത് സന്തോഷത്തോടെ ഞാൻ പറയുകയാണ്. പല ആളുകളും പറയുന്നവരെ വെരി എക്സൈറ്റഡ്. ഞാൻ ഇന്നലെ വരെ കാണാത്തൊരു ചുറുചുറുക്കോടെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും കോൺഗ്രസിലൂടെ, UDF-ലൂടെ. MLA ആയിരുന്ന ആൾ നഗരസഭാ വാർഡിലേക്ക് മത്സരിക്കുന്നതിനെതിരെ ട്രോളിയവർക്കുമുണ്ട് മറുപടി. എന്നെ MLA ആക്കിയത് പാർട്ടിയാണ്, 2 തവണ MLA ആക്കിയത് പാർട്ടിയാണ്, ഒരു തവണ ചെറിയ മാർജിന് തോറ്റപ്പോഴും മത്സരിക്കാൻ അവസരം തന്നത് പാർട്ടിയാണ്, എന്നെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആക്കിയത് പാർട്ടിയാണ്, എന്നെ KPC ജനറൽ സെക്രട്ടറി ആക്കിയത് പാർട്ടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് പറഞ്ഞ് സൈബർ ആക്രമണം നേരിട്ട നീതു വിജയൻ പക്ഷേ ഇപ്പോൾ അതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറല്ല. പകരം തന്റെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കുന്നു. ഞാനാണിപ്പോൾ ജയിച്ചു വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇവരാരും കൗൺസിലറിനെ തേടി അന്വേഷിച്ച് നടക്കേണ്ടി വരത്തില്ല. എപ്പോഴാണോ ഇവരുടെ ആവശ്യം ആ സമയം കൗൺസിലർ ഉറപ്പായിട്ടും അവരുടെ ഒപ്പം ഉണ്ടാവും. കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി 24-കാരിയായ വൈഷ്ണവ മുട്ടട വാർഡിലാണ് മത്സരിക്കുന്നത്. വാർഡ് തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വൈഷ്ണവ. ഈ ഒരു പ്രായത്തിലെത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ പാർട്ടിയാണല്ലോ എല്ലാം. പാർട്ടി UDF ഒന്നടങ്കം ഇറങ്ങി നിൽക്കുകയാണ്. നമ്മൾ എന്തായാലും തിരുവനന്തപുരം നഗരസഭ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒന്നടങ്കം പ്രവർത്തിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 48 പേരുടെ പട്ടികയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. എല്ലാവരും വാർഡുകളിൽ സജീവമായി തുടങ്ങി. സീറ്റ് പ്രഖ്യാപനം വലിയ ചുവടുവയ്പ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ പ്രചാരണത്തിന് തുടക്കമിട്ട് കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ജനകീയ വിചാരണ യാത്ര ആരംഭിച്ചു. 12 വരെ വാഹന പ്രചാരണ യാത്ര തുടരും. CMP, RSP, ലീഗ് ഇവരുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ബാക്കി വാർഡുകളിലെ പട്ടിക നാളെയും മറ്റന്നാളുമായി പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.